അദ്ദേഹത്തിന് മുറിവേറ്റു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, ശശികല ടീച്ചർ ഇങ്ങനെ പറഞ്ഞു, കുമ്മന അങ്ങനെ പറഞ്ഞു. പൊതുപ്രസംഗത്തിൽ ആലങ്കാരികമായിട്ട് പറഞ്ഞ കാര്യങ്ങളിൽ മുറിവേൽക്കുകയാണെങ്കിൽ ഇദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് നിൽക്കരുത്, നല്ല തൊലിക്കെട്ടി വേണം. അതുകൊണ്ട് ഞാൻ പരസ്യമായിട്ട് പറഞ്ഞു, എന്നെ തെറി പറഞ്ഞൊന്നും പേടിപ്പിക്കേണ്ടെന്ന് പറഞ്ഞത്. ഇത് ഒരു വിമർശനം കേൾക്കുമ്പോഴത്തേക്ക് അങ്ങ് ചൂളിപ്പോവുകയാണെങ്കിൽ രാഷ്ട്രീയത്തിൽ നിൽക്കാൻ നിങ്ങൾ യോഗ്യരല്ല. രാഷ്ട്രീയത്തിൽ വിമർശനങ്ങളുണ്ടാവും, അത് ഗ്രേസ്ഫുള്ളി ഏറ്റെടുക്കാനും മറുപടി പറയാനും പഠിക്കണം. അല്ലാതെ കരഞ്ഞുകൊണ്ട് നടക്കുകയല്ല. ഓ എന്നെ വിളിച്ചില്ലേ, വെള്ളാപ്പള്ളി നടേശൻ്റെ യോഗത്തിൽ എന്നെ അധ്യക്ഷനായിട്ട് വിളിച്ചു, പിന്നെ വരണ്ടെന്ന് പറഞ്ഞു. ശരി, വരണ്ടെന്ന് പറഞ്ഞു, പോകണ്ട. അതിന് 10 ദിവസമായി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അയ്യോ എന്നെ വിളിച്ചില്ല, എന്നെ വിളിച്ചില്ല. എന്ത് നാണക്കേടാണ്. ഞാനോ നിങ്ങളോ ആണെങ്കിൽ നമ്മളെ ഒരു സ്ഥലത്ത് ക്ഷണിച്ചു, കുറച്ച് കഴിഞ്ഞ് വിളിച്ചു പറഞ്ഞു, ചേട്ടാ വരണ്ട കേട്ടോ, ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഓ ശരി, എന്നാൽ ഞാൻ വരുന്നില്ല പോയി എന്ന് പറയും, പണി കഴിഞ്ഞു. അല്ലാതെ എന്നെ വിളിച്ചില്ല എന്ന് പറയുന്നത് എന്താ ചടിച്ചുകൊണ്ടിരിക്കും, വിളിച്ചില്ല. ഞാൻ പറഞ്ഞു, ഈ നരേന്ദ്രമോദി ശിവഗിരിയിൽ വന്നപ്പോൾ ഇവരെല്ലാം കൂടെ ബഹിഷ്കരിച്ചു. അച്യുതാനന്ദൻ മുഖ്യമന്ത്രി അടക്കം LDFും UDFും ബഹിഷ്കരിച്ചു. അങ്ങേര് കരഞ്ഞില്ലല്ലോ, അയ്യോ എന്നെ ബഹിഷ്കരിച്ച് ഗുജറാത്തിനെ അപമാനിച്ചു. അങ്ങേര് കരഞ്ഞില്ല, അങ്ങേര് ഫ്ലൈറ്റ് കയറി തിരിച്ചു പോയി, ഇവിടെ ഒന്ന് ജോലി കഴിഞ്ഞു. ഇവർ കാസർഗോഡ് ഇവർ ഹെലിപ്പാഡ് കുത്തിക്കളച്ചു, പിക്കാസ് കൊണ്ട് യൂത്ത് കോൺഗ്രസ്സുകാർ. നരേന്ദ്രമോദി കാസർഗോഡ് പ്രസംഗിക്കാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങേര് മംഗലാപുരത്ത് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വണ്ടിയിൽ കാസർഗോഡ് വന്ന് പ്രസംഗിച്ചിട്ട് അങ്ങേര് തിരിച്ചുപോയി. അങ്ങേര് കരയാനൊന്നും പോയില്ല, അയ്യോ എൻ്റെ ഹെലിപ്പാഡ് കുത്തിപ്പൊട്ടിച്ച് എന്നെ അപമാനിച്ച്. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കണേ. എന്നിട്ട് അതിൻ്റെ കൂടെ, ആ കരച്ചിലിൻ്റെ കൂടെ കരയാനായിട്ട് നമ്മുടെ ഇടതുപക്ഷം LDF, വലിയ വലിയ ആളുകൾ, CP ജോൺ, കോടിയേരി ബാലകൃഷ്ണൻ, അച്യുതാനന്ദൻ, മുഖ്യമന്ത്രിയെ അപമാനിച്ചു, ഇത് ഞങ്ങൾ സഹിക്കില്ല. ഇന്നലെ വരെ തെറി പറഞ്ഞുകൊണ്ടിരുന്ന ഇവർ അപമാനിച്ച അത്രയും ഒരു മനുഷ്യനെ ഉമ്മൻചാണ്ടിയെ അപമാനിച്ചിട്ടില്ല. എന്നിട്ട് ഈ ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ വർഗ ബഹുജന ഡിമാല ഗുണ്ടന്മാരെല്ലാം കൂടെ ഉമ്മൻചാണ്ടിയുടെ പിന്നാലെ. നാണമില്ലേടൂ ഇതിന്? LDFും UDFും ഒന്നായിട്ട് നമ്മുടെ കൺമുമ്പിൽ കണ്ടു. ഇത് കുഴപ്പമാണെന്ന് മനസ്സിലാക്കി ഇന്നലെ മാറ്റി ചവിട്ടി, നമ്പർ മാറ്റി. അത് വെള്ളാപ്പള്ളിയും ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള ഒത്തുകളിയാണെന്ന്. അങ്ങനെയാണ് പിന്നെ നിങ്ങൾ എന്തിനാണ് ഉമ്മൻചാണ്ടിക്ക് സിന്ദാബാദ് വിളിച്ചുകൊണ്ടിരുന്നത്? ലോക്സഭയിൽ വെള്ളം വെച്ചെന്ന് നിങ്ങൾ. ഇതെല്ലാം ചെയ്യാൻ കാര്യം എന്താ? ഞാനിവിടെ നിന്ന് രാഷ്ട്രീയം പറയാൻ ഉപയോഗിക്കില്ല ഈ വേദി. ഇതെല്ലാം ചെയ്യാൻ കാര്യം എന്താ? നരേന്ദ്രമോദി ഒരു ഹിന്ദുവാണെന്ന് അഭിമാനത്തോടെ പറയുന്നു. ഹിന്ദുക്കൾക്ക് വാരിക്കൊരിയൊന്നും അങ്ങേര് കൊടുക്കുന്നില്ല. ഒരു നയാ പൈസ ഹിന്ദുവിന് കൂടുതൽ കൊടുക്കുക കുറവ് ഒരു വേറെ കൃത്യവും ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ ഹിന്ദുവാണ്, എനിക്കതിൽ അഭിമാനമുണ്ടെന്ന് പറയുന്നു. ഈ ഒരൊറ്റ കാരണമാണ് ഈ കോലാഹലത്തിന് മുഴുവൻ കാരണം. എന്ന് അദ്ദേഹം മതേതരത്വം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ നമ്പർ കളിക്കാൻ തുടങ്ങിയോ, അന്ന് ഇവർക്ക് പ്രിയപ്പെട്ടവനായിട്ട് മാറും. അതോടെ മോദിയുടെ വ്യക്തിത്വവും നഷ്ടപ്പെടും. ഇതിന് വേണ്ടിയിട്ടുള്ള ബ്ലാക്ക് മെയിലിംഗ് ആണ് ഈ നടക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ എല്ലാവർക്കും വേണ്ടപ്പെട്ടവനായിരുന്നല്ലോ, നിങ്ങൾക്ക് നമുക്കൊക്കെ അറിയാവുന്നതല്ലേ. ഒരു 2 വർഷം മുമ്പ് വരെ കാണിച്ചുകുളങ്ങരയിലേക്ക് ക്യൂ നിൽക്കുക എല്ലാവരും കൂടെ. ഇപ്പം പെട്ടെന്ന് പുള്ളി ശത്രുവായി. കാര്യം എന്താ? നമ്പൂതിരി മുതൽ നായാടി വരെ ഒന്നിക്കണമെന്ന് പറഞ്ഞു. അതാണ് കാര്യം. വേറെ വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. ഉടനെ ശാശ്വതയുടെ മരണം പുനരന്വേഷിക്കുന്ന നമ്പർ ഉടനെ FIR ആയി, തുടരന്വേഷണവും പുനരന്വേഷണവും മണ്ണാങ്കട്ടയൊക്കെയായി. അത് കഴിഞ്ഞപ്പോൾ എന്താ നമ്മുടെ മൈക്രോ ഫിനാൻസിൽ കേസോട് കേസ് 4% പലിശയ്ക്ക് എടുത്തിട്ട് 12% കൊടുക്കുന്നു. നേരാണ് കേട്ടോ. വെറുതെ നാളെ രാവിലെ ഏതെങ്കിലും ബാങ്കിൽ പോയിട്ട് മാനേജരോട് ചോദിക്കുക, മാനേജരെ നിങ്ങൾ റിസർവ് ബാങ്കിൽ നിന്ന് എത്ര രൂപയ്ക്കാണ് കാശെടുക്കുന്നത്? നമ്മുടെ ബാങ്കുകളുണ്ടല്ലോ, ബാങ്കേഴ്സ് ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റിസർവ് ബാങ്കിൽ നിന്ന് കാശെടുക്കും. ആ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് കാനറ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, അവരിവരൊക്കെ ഫെഡറൽ ബാങ്ക് ഒക്കെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് എടുക്കും. ഇത് കൊടുക്കുന്നത്, റിസർവ് ബാങ്ക് കൊടുക്കുന്നത് 3.5-4% പലിശയ്ക്കാണ്. അതാണ് നമ്മൾ പത്രത്തിൽ ചിലപ്പോൾ കാണാറില്ലേ, റീപ്പോ നിരക്ക് കൂട്ടി, റീപ്പോ നിരക്ക് കുറച്ചു. എന്താ ഈ റീപ്പോ നിരക്ക്? റിസർവ് ബാങ്ക് മറ്റ് ബാങ്കുകൾക്ക് കൊടുക്കുന്ന പണത്തിനുള്ള പലിശയാണ് റീപ്പോ നിരക്ക്. ചിലപ്പോൾ റിവേഴ്സ് റീപ്പോ എന്ന് പറയും. അതായത് ഇവരവിടെ റിസർവ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ ഇവർക്ക് കിട്ടുന്ന പലിശ, അതാണ് റിവേഴ്സ് റീപ്പോ. അതെപ്പോഴും നിങ്ങൾ പത്രത്തിൽ നോക്കിക്കോളൂ, 3.5-4%. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ മാനേജരോട് ചോദിക്കുക, ഇപ്പോൾ ലോണിന് എന്താ ചാർജ്, പലിശ എത്രയാണെന്ന് ചോദിക്കുക. കാർഷിക ലോണിനാണെങ്കിൽ 12%,
സ്വർണ്ണപ്പണയമാണെങ്കിൽ 19%, ഇൻഡസ്ട്രി തുടങ്ങാനാണെങ്കിൽ 15%, സ്മോൾ ഇൻഡസ്ട്രിക്കാണെങ്കിൽ ഇത്ര ശതമാനം സ്ലാബുണ്ട് അതിന്. ആ സ്ലാബനുസരിച്ചാണ് അവർ മേടിക്കുന്നത്. 4% പലിശയ്ക്ക് വാങ്ങിച്ച് 4% പലിശയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബാങ്ക് നടക്കുന്നത് എങ്ങനെയാണ്? ബാങ്കിലെ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം ആര് കൊടുക്കും? മൈക്രോ ഫിനാൻസ് നടത്താൻ സ്റ്റാഫ് വേണ്ടേ? ചിലവില്ലേ? അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസില്ലേ? ശമ്പളമില്ലേ? ഒരുപാട് കാര്യങ്ങൾക്ക് ചിലവില്ലേ? ഈ ചിലവ് കണ്ടെത്തുന്നത് എങ്ങനെയാണ്? ഈ പലിശ വർദ്ധിപ്പിച്ചിട്ടാണ്. ഇത്ര സിമ്പിളായിട്ടുള്ള കാര്യം നാട്ടുകാരെ പറ്റിച്ചിട്ട് ഞാൻ പറയാം, സാധാരണ ബാങ്കിനേക്കാൾ കൂടുതൽ പലിശ മൈക്രോ ഫിനാൻസ് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാനൊരു അവകാശമുണ്ട്. ചോദിക്കാം. അപ്പോഴും അവരുടെ ഉത്തരം എന്താണെന്ന് കേൾക്കണം. അല്ലാതെ വെറുതെ ഇങ്ങനെ നാടിന് മുഴുവൻ തീ പിടിപ്പിക്കുന്ന രീതിയിൽ മൈക്രോ ഫിനാൻസിൽ മോഷണം നടന്നെങ്കിൽ പ്രതിയെ പിടിച്ചിട്ടില്ല. ഇവിടെ പറവൂര് പിടിച്ചില്ല. ബാങ്കിൽ മോഷണം നടക്കണില്ലേ? ബാങ്ക് മാനേജരും ക്ലാർക്കും ഒക്കെ ചേർന്നിട്ട് ബാങ്കിൽ കവർച്ചാശ്രമം നടക്കും. കുറേയൊക്കെ കവർന്നുകൊണ്ട് കള്ളനോടും. ബാങ്ക് ജീവനക്കാരെല്ലാം കൂടെ ഇതിന് തീയും കൂടെ ഇടും. എന്നിട്ട് ബാക്കി കാശ് അവരും എടുത്തുകൊണ്ട് പോകും. തീ കത്തിക്കഴിഞ്ഞാൽ പിന്നെ കണക്കിലില്ല. എല്ലാം കള്ളം കൊണ്ടുപോയി എന്ന് പറഞ്ഞ് എഴുതും. ഇൻഷുറൻസിൻ്റെ പണം. ഇതൊക്കെ നടക്കുന്നുണ്ട്. അവരെയൊക്കെ പിടിക്കുന്നുമുണ്ട്. പിടിക്കാത്തവരുണ്ടോ? അവരെ പിടിക്കാം. അല്ലാതെ ഇതിൻ്റെ പേരിൽ ഒരു ഹിന്ദു മൂവ്മെൻറ്റ് നടക്കുമ്പോൾ അതിൻ്റെ തലപ്പത്തുള്ള ആളിനെ അത് ഡിസ്ക്രെഡിറ്റ് ചെയ്യാനായിട്ട് ഇത്തരം ഉദാഹരണങ്ങൾ ഉപയോഗിക്കരുത്. സാമാന്യ ബുദ്ധിക്ക് ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ. ഞാനതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ മൈക്രോ ഫിനാൻസ് ഒന്നും ഞാൻ പറയാൻ വെച്ചിരുന്നതല്ല. മൊത്തത്തിൽ കേരളത്തിൽ നമുക്കെതിരെ നടക്കുന്ന ആക്രമണത്തിൻ്റെ ഒരു ആഴവും പരപ്പും വ്യാപ്തിയും നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അഡീഷണൽ കാര്യങ്ങൾ, ദൈവസ്വം അല്ലാതെയുള്ള കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇനി വിശ്രമിക്കണമെങ്കിൽ ഈ ദേവസ്വങ്ങളെ മുഴുവൻ മോചിപ്പിച്ചേ പറ്റൂ. നിയമപരമായ ഫൈറ്റ് കോടതിയിൽ നടക്കും. അതിന് നമുക്ക് വക്കീലന്മാരെയൊക്കെ ഏർപ്പാടാക്കി അവർ നടത്തിക്കോളും. പക്ഷേ തെരുവിലും സമൂഹത്തിലുമുള്ള സമരം അത് നമ്മൾ തന്നെ നടത്തിയേ പറ്റൂ. ഈ സമരം നമ്മൾ ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ടല്ല, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെന്ന് നിങ്ങൾ ഓർക്കണം. ഒരുപക്ഷെ ഞാനും നിങ്ങളൊന്നും ജീവിച്ചിരുന്നൊന്നും വരില്ല. നമ്മളിൽ ഒരുപാട് പേര് മരിച്ചു പോകും. ഇതിങ്ങനെ മുന്നോട്ട് പോകും. കാലം മുന്നോട്ട് പോകുമല്ലേ? വയസ്സായി ചത്തുപോകും, അസുഖം വന്ന് ചത്തുപോകും, ആക്സിഡൻറ്റ് വന്ന് ചത്തുപോകും. പക്ഷേ അടുത്ത തലമുറയോട് നമുക്കൊരു ബാധ്യതയുണ്ട്. ആ പിള്ളേർക്കുള്ളതാണ് ഈ സ്വത്ത്. അത് കള്ളൻ കൊണ്ടുപോകാതെ, കുറേയൊക്കെ കൊണ്ടുപോയി നമ്മുടെ പിടിപ്പുകേടുകൊണ്ട്. ഇനിയെങ്കിലും ഇത് പിള്ളേർക്ക് കൈമാറാനുള്ളതാണ്. അത് സംരക്ഷിക്കേണ്ടതാണ്. അതിന് എന്ത് വില കൊടുക്കാനും ഹിന്ദു സമൂഹം തയ്യാറാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം.